ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കപ്പയും ചിക്കനും വെച്ച് ഒരു ഡിന്നർ. ഉച്ചയ്ക്ക് കപ്പ പുഴുങ്ങിയതും ചിക്കൻ ഫ്രൈയും ബാക്കി വന്നു. അപ്പോൾ അത് വെച്ച് രാത്രിയിലൊരു ഡിന്നർ. അതിന് ആദ്യമേ ഇച്ചിരി ബട്ടറിനകത്ത് ഒരു പാതി സവാള എടുത്ത് ഒന്ന് വരട്ടിയെടുത്തു. അതിൻ്റെ കൂടെ തന്നെ പുഴുങ്ങിയ കപ്പയുടെ നാരെല്ലാം കളഞ്ഞ് അതിനെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് അതിനെ ഇവിടെ ഒന്ന് ഈ സവാളയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കുവാണ്. മൂപ്പിച്ച് മീൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി ഫ്രൈ ചെയ്യല്ല, ഒന്ന് ചൂടാക്കി ഒന്ന് ചെറിയതായിട്ട് അതിൻ്റെ ആ ഒരു നനവൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് മസാലയായിട്ടിടുന്നത് വെറും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഉള്ളൂ. വേറെ ഒത്തിരി മസാലകൾ ഇടുന്നില്ല. പണ്ട് എനിക്ക് കപ്പ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതിനാണ് ഞാനിങ്ങനെ പുതിയ പുതിയ റെസിപ്പീസൊക്കെ കണ്ടുപിടിച്ചത്. ഓൾറെഡി കപ്പ പുഴുങ്ങിയപ്പം ഉപ്പിട്ടതായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമേ മഞ്ഞളും മുളകും ഇട്ട് കപ്പയൊന്ന് വരട്ടിയെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ടേ പിന്നെ ഇടുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചിക്കൻ്റെ എല്ലെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിനെ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കപ്പയൊന്ന് വരണ്ട് കഴിയുമ്പോഴത്തേക്കിന് ഈ ചിക്കനെ നമ്മൾ അതിനകത്തൊട്ടിട്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ചിക്കനും ഫ്രൈ ആണ്, കപ്പയും ഡ്രൈ ആയിട്ടല്ലയോ, അപ്പം ചിക്കൻ ഇച്ചിരി കൂടി ഡ്രൈ ആവാൻ ഹാർഡാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തോട് ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുത്തായിരുന്നേ. എന്നിട്ട് ലാസ്റ്റിൽ ഒരു 1/2 കപ്പ് പാലോടൊഴിച്ച് അതിനെ 2 മിനിറ്റത്തേക്കിന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റത്തേക്കിന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. നമ്മുടെ ക്രീമി ആയിട്ടുള്ള കപ്പ ചിക്കൻ റെഡി. ലാസ്റ്റിൽ ഇത്തിരി കൊറിയാൻഡർ ലീഫ് കൂടെ വെച്ച് ഗാർണിഷ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ദെൻ, ടേക്ക് കെയർ, ബൈ ബൈ.